ഇങ്ങനെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അവിടെ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് സഭയ്ക്ക് എതിരെയൊക്കെ ഓരോരുത്തർ. കാര്യം ഇന്ന് കേരളത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായ രീതിയിൽ മോശമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ഇപ്പം ഒരു 10-15 കൊല്ലമേ ആയുള്ളൂ. അതായത് പണ്ട് ഇങ്ങനെ ഈ രീതി ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായി വന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ പ്രത്യേക ഒരു വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രത്യേക തീവ്ര വിഭാഗങ്ങൾ, അത് ഇന്ന മതം എന്ന് പറയണില്ല, ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും തീവ്ര വിഭാഗങ്ങളെ മനുഷ്യൻ്റെ സമാധാനം ശരിക്കും ഭീഷണിയാകുമ്പോഴാണ് വ്യത്യസ്തമായ കാലാവസ്ഥകൾ, സാമൂഹ്യ കാലാവസ്ഥകൾ ഉണ്ടാകണത്. പക്ഷേ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അങ്ങനെ അതിനെതിരെ പ്രതിരോധിക്കുക, ഇത് അതിൻ്റെ രീതിയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതുന്ന ആൾക്കാർ അതതിൻ്റെ വിഷയമായിട്ട് പോകും. പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. ലംബാർഡ്സ്, വിസിഗോഡ്സ്, മൂർസ് അങ്ങനെയുള്ളവരെല്ലാം നാഗരികതയെ ചവിട്ടിക്കൂട്ടുന്ന കാലത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ യൂട്യൂബിലൂടെ ഒരു പ്രസംഗം കാച്ചുകയാണ് ചെയ്തത്. അല്ല, എന്താ ചെയ്തത്? ക്ലാരപ്പുണ്യാളത്തിൽ ചെന്നിട്ട് ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ലംബാർഡ്സിൻ്റെയും വിസിഗോഡ്സിൻ്റെയും നേരെ, കൊള്ളക്കാരുടെ നേരെ മഠമാക്രമിക്കാൻ വന്ന, നാട്ടിൽ കൊള്ളക്കാരും തീവപ്പും നടത്തിക്കൊണ്ടിരുന്ന കണ്ണിബാൾസ് പോലെ, അതിൻ്റെ അകത്ത് നരഭോജികൾ പോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവിടെ നേരെ കർത്താവിൻ്റെ ദിവ്യകുർബാന കാണിക്കുകയാണ് ചെയ്യണത്. ആ ദിവ്യകുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചിട്ട് അവർക്ക് വേറെ ചില കാര്യങ്ങൾ, അവർ പട്ടാളത്തിൻ്റെ വലിയ ബ്രിഗേഡ് നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ നഗരം വിട്ടു പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാളാണ്. തോമസ് അക്വീനാസിനോട് മാർപ്പാപ്പ ഗ്രിഗറി പറഞ്ഞു, നിങ്ങൾ ബ്ലെസ്സഡ് സാക്രമെന്റിനെ കുറിച്ചൊരു വചനം, ഒരു 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 പാട്ടെഴുതാൻ പറഞ്ഞു, ഒരു ഹിം എഴുതാൻ പറഞ്ഞു. തോമസ് അക്വീനാസിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ദിവ്യകുർബാനയുടെ വലിയ ഭക്തരാണ്. ദിവ്യകുർബാനയുടെ പണ്ഡിതനല്ല, ഒരു കഥയില്ല അതിൻ്റെ അകത്ത്. ദിവ്യകുർബാനയുടെ ഭക്തൻ. കാര്യം പാണ്ഡിത്യമെല്ലാം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മളതിനെ വിശ്ലേഷിച്ച് ഉള്ളി പൊളിച്ചില്ലാതെ അടക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ അവരെന്താണ്, അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് രാജസേവകൻ പോണത്. അവൻ പറഞ്ഞ വാക്കെങ്ങാനും പഠിച്ചുകൊണ്ട് പോയെങ്കിൽ അവൻ്റെ കാര്യം പോക്കായിരുന്നു. രാജസേവകൻ്റെ വൃത്തിയിൽ എന്താ ചെയ്തിരിക്കണത്? രാജസേവകൻ എന്താ ചെയ്തിരിക്കണത്? നീ പൊയ്ക്കൊടുക്കുക, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. 4:50 എന്താ പറയണത്? അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. ആ തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. ഞാൻ ഓർക്കണേ, അവൻ പറഞ്ഞത് എങ്ങാനും പഠിക്കാനാണ് അവൻ പോയിരുന്നെങ്കിൽ അവൻ്റെ കാര്യം പോക്കുക, മകൻ്റെ കാര്യം പോക്കായിരുന്നു. കാര്യം ഇത് പഠിക്കുന്നതിലൂടെ അല്ല നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ആ വചനത്തിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ. വചനത്തിൻ്റെ ഇതൊന്നും വേണ്ടെന്നല്ല, പ്രബുദ്ധമായ ഒരു ആധ്യാത്മികതയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലല്ല, അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്, അതിൻ്റെ കവറിങ്ങാണ്. ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കവറിനാണ് നമ്മൾ തിന്നണത്, ബിസ്ക്കറ്റാണ് തിന്നണത്? അതാണ് വിഷയം. ഒരു ബിസ്ക്കറ്റ് നമ്മുടെ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കിട്ടി, ഒരു ആപ്പിൾ കിട്ടി, തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ആപ്പിൾ കഴിക്കും. ചില ആൾക്കാർ അല്ലാതെയും കഴിക്കും. ഓറഞ്ച് തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇത് പഠനങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അതിൻ്റെ കവറിങ്ങാണ്. കാമ്പല്ല, കാമ്പ് വേറെ, കവറ് വേറെ. അതായത് കാമ്പെന്ന് പറയണത് കർത്താവ് തന്നെയാണ്. എന്താണ്? വചനമല്ല, അവൻ പറഞ്ഞ വചനം. ആര്? ക്രിസ്തു പറഞ്ഞ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, ജീവിതത്തിലെ അങ്ങ് പറഞ്ഞ വചനം രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ വിശ്വസിക്കുവാൻ, നടപ്പിൽ
വരുത്തുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന റോമാ 10:9 വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ആ വിശ്വാസത്തെ എന്റെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധികളിലേക്ക് യേശുനാമത്തിൽ പ്രഖ്യാപിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ.